ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുടി വളർച്ചയെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് പരിചയപ്പെടുത്തുന്നത്. മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്, അകാല നര, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക, നെറ്റ് കയറൽ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തേയില. ഹെയർ ഗ്രോത്തിനെ ഉത്തേജിപ്പിക്കാനും ഹെയർ റീഗ്രോത്ത് ചെയ്യാനും തേയില ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ കഷണ്ടി കയറി വരുന്ന ആൾക്കാർക്കൊക്കെ തേയില ഉപയോഗിച്ചുള്ള ഹെയർ പാക്കുകളൊക്കെ നല്ലതാണ് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ളവർക്ക് അതൊന്ന് സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടൊക്കെ കിടക്കാനായിട്ട്, അല്ലെങ്കിൽ മാനേജബിളായിട്ട് ഇരുത്താനായിട്ടൊക്കെ തേയിലയ്ക്ക് കഴിവുണ്ട്. നാച്ചുറലായിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മുടെ നെല്ലിക്ക. അപ്പോൾ നെല്ലിക്ക നമ്മളിവിടെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. മുടി അറ്റം പൊട്ടുക, അതുപോലെ തന്നെ പേനിൻ്റെയും താരൻ്റെയും ഒക്കെ പ്രശ്നം, ഇത്തരം കാര്യങ്ങളൊക്കെ ചൊറിച്ചിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ നെല്ലിക്ക പ്രയോഗത്തിലൂടെ സാധിക്കും. അതേപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം, ഗ്രേ ഹെയർ ഉള്ളവർക്ക്, നരച്ച മുടിയുള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. ഏത് പ്രായക്കാർക്കും നെല്ലിക്ക ഉപയോഗിക്കാം. ഹെൽത്തി ഹെയർ ഗ്രോത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ നെല്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗ്ലാസ് വെള്ളം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ തേയിലയും അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക നമ്മൾ കഴുകിയിട്ട് വേണം കേട്ടോ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് തിളച്ച് ഇതിലെ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങണം. നെല്ലിക്കയുടെ സത്തും അതുപോലെ തേയിലയും നന്നായിട്ട് ഡാർക്ക് കളറായിട്ട്, ആ വെള്ളം നല്ല ഡാർക്ക് കളറായിട്ട് വരണം. അതുവരെ കുറച്ച് സമയം നമ്മളിത് തിളപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കുക. നമ്മൾ തണുത്ത ശേഷമാണ് അടുത്ത കാര്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാം. ഇത്രയും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിതിലേക്ക് ഒരു സ്പൂൺ ത്രിഫല ചൂർണം കൂടി ചേർത്ത് കൊടുക്കുന്നു. ത്രിഫലപ്പൊടി നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നരയൊക്കെ കൺട്രോൾ ചെയ്യാൻ, സ്കാൽപ്പിലെ പ്രോബ്ലംസൊക്കെ അകറ്റാൻ, അങ്ങനെ അകറ്റി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഫാളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. മുടി വളരാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ ആണെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് നല്ലതാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്കെല്ലാം യൂസ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ തേയില വെള്ളം, നെല്ലിക്ക ചേർത്തുണ്ടാക്കിയത് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ത്രിഫലപ്പൊടി ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട. ത്രിഫലപ്പൊടി ഇല്ലെങ്കിൽ മറ്റേത് മാത്രമായിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ലിക്വിഡ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ത്രിഫലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ പാക്കായിട്ട് ഇടാനായിട്ട് കുറച്ച് ഓട്സിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഓട്സ് പൊടിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ ചെറുപയർ പൊടി ചേർക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഹെർബൽ പൗഡേഴ്സ് വേറെ ഇരിപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന തേയില വെള്ളം നമുക്ക് എടുത്തിട്ട് ഒരു ബോട്ടിൽ ഒഴിച്ച് സൂക്ഷിക്കാം. അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് അടുത്ത ദിവസമൊക്കെ മുടി വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മൾ ഏതൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി ജടയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യണം. അതിനുശേഷം മാത്രം ഹെയർ പാക്ക് ഇടാവുള്ളൂ. അല്ലെങ്കിൽ മുടി നമ്മുടെ ഒരുപാട് കൊഴിയുന്നതായിട്ട് നമുക്ക് തോന്നും. അതെന്താണെന്ന് വെച്ചാൽ മുടി ഇതിൻ്റെ അകത്ത് നമ്മുടെ ഓൾറെഡി കൊഴിഞ്ഞ മുടി തലയിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഹെയർ പാക്ക് കൂടി ഇടുമ്പോൾ അതെല്ലാം കൂടി ഇങ്ങോട്ട് പോരും. അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മാത്രം ഹെയർ പാക്ക് ഇടാവൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മുടിയിലൊരു എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഹെയർ പാക്ക് ഇടുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഒന്ന് സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് മുടിയിലൊക്കെ ഒരല്പം പുരട്ടിയതിന് ശേഷം വേണം, അത് സാധാരണ നിങ്ങൾ ചെയ്യുന്ന അളവിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഈ പാക്ക് തയ്യാറാക്കി ഉടനെ തന്നെയല്ല അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ തേയില വെള്ളമില്ലേ, തേയിലയും നെല്ലിക്കയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയ വെള്ളം, ആ വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടി വേരുകൾക്കൊക്കെ ആരോഗ്യം ലഭിച്ചാൽ മാത്രമേ മുടി നന്നായിട്ട് വളരുകയുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നീരിറക്കം കാര്യങ്ങൾ വരുന്നവർ ഒരുപാട് നെറുകയുടെ ഭാഗത്ത് അപ്ലൈ ചെയ്യാതിരുന്നാൽ മതി. അതുപോലെ അവർ 20 മിനിറ്റ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അവർ കുറച്ചുകൂടി ടൈം കുറച്ച് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ എല്ലാവരും ഈ ഹെയർ പാക്ക് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് ഇടുമ്പോൾ
മുറ്റത്തൊക്കെ നിന്നിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. പ്രത്യേകിച്ച് ഇതൊരു തരിതരി പോലെയുള്ള പാക്ക് ആയതുകൊണ്ട് നമുക്ക് താഴേക്കൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ്, എല്ലാവർക്കും ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഡൗട്ടുകൾ, അടുത്ത വീഡിയോ എന്ത് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.